നൽകും, രോഗസൗഖ്യം നൽകും, ജീവൻ നൽകും. കഫർനാം 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 കഫർനാം. വികാരുണീശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ആഞ്ചല നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന ദാനങ്ങളുടെ ദാനവും അനുഗ്രഹങ്ങളുടെ അനുഗ്രഹവുമാണ്. ഭയഭക്തി ആദരങ്ങളോടെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നവരെ ദൈവം വെറും കൈയോടെ പറഞ്ഞു വിടുന്നില്ല. അഗസ്തീനോസ് പുണ്യവാളൻ പറയുകയാണ്, വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ നടന്നു വരുമ്പോൾ നമ്മുടെ കാലടികളെ മാലാഖമാർ എണ്ണിക്കൊണ്ടിരിക്കും. ജോൺ വിയാനി പുണ്യവാളൻ പറയുകയാണ്, വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ സന്തോഷം കൊണ്ട് നമ്മൾ മരിച്ചു പോയേനെ. ഇതൊക്കെ ആര് പറയണതാ? ആര് പറയുന്നതാ? വിശുദ്ധര് പറയുന്നതാണ്. വിശുദ്ധർക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാൻ വേണ്ടേ? ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. പള്ളികളിലും വീടുകളിലും മഠങ്ങളിലും അൾത്താരകളിലൊക്കെ ടൈൽസും മാർബിളും ഒക്കെ ഒട്ടിച്ച് നടന്ന സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിതനും കൂടിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോടുള്ള ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഭക്തി. കുറേയേറെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് സ്നേഹം കൂടിയ പിന്നെ നമുക്ക് എന്താ കിട്ടുക? വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം കൂടും. ശരിക്കും പരിശുദ്ധ അമ്മയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയെ നിങ്ങൾ സ്നേഹിക്കും. വിശുദ്ധ കുർബാനയിൽ ഒരാൾ പങ്കെടുക്കുന്നത് കണ്ടാൽ അറിയാം അവരുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന എങ്ങനെയുണ്ട്, അവരെങ്ങനെ ജപമാല ചൊല്ലുന്നു എന്ന് വിശുദ്ധ കുർബാനയിൽ ഒരു വ്യക്തി പങ്കെടുക്കുന്നത് കണ്ടാൽ അറിയാം. അല്ലെങ്കിൽ ഒരാൾ ജപമാല ചൊല്ലുന്നതും വീട്ടിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് ചൊല്ലുന്നുണ്ട്, അത് മാതാവിനോടുള്ള സ്നേഹം. അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ആദരവോടെ ഭയഭക്തി ആദരങ്ങളോടെ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് എന്തോരം സ്നേഹം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ മാതാവിനോടുള്ള ഭയങ്കര സ്നേഹമായി മാതാവിനോട് കുറേയേറെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് കൂട്ടുകാരൊക്കെ പറയുകയാണ്, എടാ ഞങ്ങളെല്ലാവരും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. അപ്പം എനിക്ക് പണിക്കും പോകണം കുർബാനയ്ക്കും പോകണം. എൻ്റെ ഇടവപ്പള്ളിയിലൊന്നും വികാരിച്ചനില്ല. തൊട്ടപ്പുറത്തുനിന്ന് പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 കുർബാന. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നത് വലിയ ആഗ്രഹമല്ല, കൊതിയാണ്. അപ്പം ഞാൻ വീട്ടിൽ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മേ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പൊക്കോട്ടെ? അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്കും പോകണം പണിക്കും പോകണം എന്നുണ്ടെങ്കിൽ കൊടകര ഫൊറോനപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോകണം. എൻ്റെ വീട് മുരിക്കിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്, കോടാലി. അപ്പോൾ മുരിക്കിങ്ങിൽ നിന്ന് 3 കിലോമീറ്റർ സൈക്കിളിൽ വന്നിട്ട് വേണം കോടാലിയിലെത്താൻ. കോടാലിയിൽ നിന്ന് 8 കിലോമീറ്റർ ബസ്സിൽ വന്ന് കൊടകരപ്പള്ളിയിൽ കുർബാന അർപ്പിച്ചതിന് ശേഷം ഒരു 20 കിലോമീറ്റർ അപ്പുറത്തുള്ള മാളയ്ക്കപ്പുറത്തുള്ള പോയ പല സ്ഥലങ്ങളിലാണ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നീ എല്ലാ ദിവസവും ഇങ്ങനെ കുർബാനയ്ക്ക് നേരത്തെ പോയാൽ എൻ്റെ കാര്യം ആരാ നോക്കുക? അമ്മ അന്നൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും പണിക്ക് പോണതിന് മുമ്പ് വീട്ടിൽ അടുക്കളയിലേക്കും കുളിമുറിയിലേക്കും ആവശ്യമായ എല്ലാ പാത്രങ്ങളിലും വെള്ളം കോരി വെക്കണം. അമ്മയ്ക്ക് വയ്യ. പിന്നെ അടുക്കളയിലേക്കുള്ള വിറകൊക്കെ പെറുക്കി വെക്കും. സ്വന്തമായിട്ട് കിണറില്ലാത്തതുകൊണ്ട് കുറേ താഴെ വീട്ടിൽ നിന്ന് വേണം വെള്ളം കോരാൻ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തു തരാം. 5:30 ആകുമ്പോൾ ചെയ്യേണ്ട പണി ഞാനൊരു 5 മണിയാകുമ്പോൾ ചെയ്യും. എന്നിട്ട് 5:30 ആകുമ്പോഴേക്കും അമ്മച്ചി ഒരു പൊതിച്ചോറ് കെട്ടി വെച്ചിട്ടുണ്ടാവും. അതും കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ എത്ര മഴയായാലും മഞ്ഞായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും വീട്ടിൽ നിന്ന് പോരും. 5:30 കഴിയുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഈ പൊതിച്ചോറ് കയ്യിൽ വെച്ച്, അപ്പം ഞാൻ സൈക്കിളിലാണ് പോകുന്നത്. സൈക്കിളിൽ കയറുന്ന മുമ്പ് ജപമാല എൻ്റെ കയ്യിലുണ്ട്. ഉറക്കം നന്മ നിറഞ്ഞ മറിയുമ്പോൾ എന്ന പ്രാർത്ഥന ചൊല്ലും. മാത്രമല്ല എൻ്റെ മുമ്പിൽ എന്നെ സംരക്ഷണത്തിന് പോണ എൻ്റെ കാവൽ മാലാഖയെ ഞാൻ കാണും. എന്നിട്ട് ഉറക്കെ പ്രാർത്ഥിച്ച് ഈ കോടാലി ജംഗ്ഷനിലെത്തി സൈക്കിൾ ഒതുക്കി വെച്ച് വരുമ്പോൾ കൊടകരപ്പള്ളിയിൽ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് എത്തുന്ന ബസ് വരുന്നുണ്ടോ, അതാണ് എനിക്ക് കിട്ടാറ്. അതിൽ കയറി വീണ്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ പള്ളിയുടെ കുറേ ഇപ്പുറത്താണ് ബസ് നിർത്തുന്നത്. അപ്പം അവിടെ ഇറങ്ങിയിട്ട് നടന്നാൽ കുർബാന തുടങ്ങും.
ഓടിയാൽ കുർബാനയ്ക്ക് തൊട്ട് മുമ്പെത്തും. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? പരമാവധി പതുക്കെ നടക്കും, പാദസരമൊക്കെ ഒന്ന് കിലുങ്ങാണ്ട് പയ്യെ. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഓടുകയാണ്. മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളുന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പം അവിടെ ഇറങ്ങിയിട്ട് ഓടിക്കതച്ച് ഞാൻ പള്ളിയിലേക്ക് കയറി. പള്ളിയുടെ വാതിൽക്ക് ചെല്ലുമ്പോണ്ടല്ലോ, ഞാൻ വരണത് നോക്കിയ പള്ളിയുടെ വാതിൽക്കൽ ഒരാൾ നിൽക്കുന്നുണ്ടാവും എന്നെയും കാത്ത്. ആരാന്നറിയോ? ഈശോ. ഞാൻ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കടന്നു വരുന്നതും നോക്കി എന്നെയും കാത്ത് എൻ്റെ ഈശോ പള്ളിയുടെ വാതിൽക്കൽ നിൽക്കുന്നത് ഞാൻ എല്ലാ ദിവസവും കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണണ്ടേ? പാടി പ്രാർത്ഥിക്കാറില്ലേ? പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ആർക്ക് വേണ്ടി പാടണതാ? മരിച്ചവർക്ക് വേണ്ടി അല്ലേ? മരിച്ചുപോയ അപ്പാപ്പനും അമ്മാമിയും. ഇനി നമ്മളത് പാടി കയറ്റി വിടണം അവരെ. അല്ല, എനിക്ക് വേണ്ടി ഞാനാ പാടുന്നത്, എൻ്റെ ഭാവനയാണ് കാണുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചോ സ്വർഗരാജ്യത്തെക്കുറിച്ചോ യാതൊരു വിചാരമില്ലാത്തവൻ എങ്ങനെ സ്വർഗത്തിൽ പോകും? ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന, നിരന്തരം വിശുദ്ധ കുർബാന അർപ്പിച്ചു. വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് അൾത്താരയിൽ ഈശോയെ കാണാൻ പറ്റാത്തവരെങ്ങനെ സ്വർഗത്തിൽ കർത്താവിനെ നേരിട്ട് കണ്ട് ആരാധിക്കുന്നത്? ജീവിതവും സ്വഭാവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചില ജീസസ് യൂത്തുകാരിങ്ങനെ അവരുടെ പ്രസംഗങ്ങളുടെ ഇടയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, രാവിലെ മുതൽ ഒച്ചപ്പാടും ബഹളവും ഇട്ട് നടക്കുന്ന ചേച്ചിയുടെ പേര് ശാന്തമ്മ. അപ്പം നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ഈശോനെ കാണാൻ പറ്റിയിട്ടില്ല. സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ല, വിചാരമില്ല, ഭാവന കാണലില്ല. ഞാൻ പറയും, എൻ്റെ ഈ വിശുദ്ധ കുർബാനയിൽ ഞാൻ വരുന്നത് നോക്കി എൻ്റെ ഈശോ എന്നെ കാത്തിരിക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാന. എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെ പങ്കുവയ്ക്കുന്ന കാണാൻ, കേൾക്കാൻ ഒരു അപ്പനെ പോലെ എൻ്റെ ഈശോ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ എൻ്റെ ഈശോ എന്നെ കാത്തിരിക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാന. പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധർക്ക് മാത്രമല്ല പറയാനുണ്ടായിരിക്കണം, നമുക്ക് പറയാൻ കഴിയണം. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, വിശുദ്ധ കുർബാനയെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെ ഇത്രമാത്രം സ്നേഹിച്ച് വിശുദ്ധ കുർബാനയിൽ കൊതിയോടെ പങ്കെടുത്തുകൊണ്ടായിരിക്കും ഈശോ എന്നെ വിശുദ്ധ കുർബാനയുടെ സഭയായ ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ ചേർത്തത്. പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ നിങ്ങൾ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കണം, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം, വിശുദ്ധ കുർബാനയായിട്ട് മാറണം. ഈശോ ഭൂമിയിൽ വന്നത് എന്തിനാണ്? ഈശോ ഭൂമിയിൽ വന്ന് കുർബാനയാകാനാണ് അല്ലേ? അവസാന തുള്ളി രക്തം പോലും ചിന്തി അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പമായി തീർന്ന അനുദിന വിശുദ്ധ കുർബാനയിൽ എൻ്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരിക. ഈശോ അത്രത്തോളം വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോരം വില കൊടുക്കേണ്ട വിശുദ്ധ കുർബാനയ്ക്ക്. നമ്മൾ നടന്നു വരുമ്പോൾ നമ്മുടെ കാലടികളെ മാലാഖമാർ എണ്ണുന്നുണ്ടോ? എൻ്റെ കാലടികൾ എണ്ണിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈശോ നമ്മോട് ആവശ്യപ്പെട്ട കുർബാനയാകണം. ആകാശപ്പറവകളുടെ ജോർജ് കുറ്റിക്കലച്ചൻ കുർബാനയായപ്പോ ആകാശപ്പറവകൾക്കൊരു ഭവനം രൂപപ്പെട്ടു ചെന്നായിപ്പാറയിൽ. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. 1982 ഭരത്പൂരിലുള്ളൊരു പക്ഷി സങ്കേതം സന്ദർശിക്കാൻ പോയത് അച്ഛൻ. അവിടെ ദേശാടന പക്ഷികളൊക്കെ പിടിച്ച് മരുന്ന് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, മുറിവ് വെച്ച് കെട്ടുന്നു. ഇതിൻ്റെയൊക്കെ അസുഖം മാറുമ്പോൾ ഇതിൻ്റെ ശുശ്രൂഷകർ പറത്തി വിടുന്നത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അച്ഛനോട് ഈശോ ഒരു ചോദ്യം ചോദിക്കുകയാണ്, മോനെ ഇതുപോലുള്ള പക്ഷികളെ മൃഗങ്ങളെയൊക്കെ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്ക് ആളുകളുണ്ട്, സമയമുണ്ട്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്. എന്നാൽ എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട തെരുവിൽ അലയുന്ന ഭിക്ഷാടകരെയും മാനസിക രോഗികളെയൊക്കെ ആര് നോക്കും? ഈ ചോദ്യത്തിന് കുറ്റിക്കിലച്ചൻ നൽകിയ മറുപടിയാണ് ആകാശപ്പറവകളുടെ കൂട്ടുകാരെന്ന പ്രസ്ഥാനം. ഇതിനു വേണ്ടി ഒത്തിരിയേറെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി.
നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒത്തിരിയേറെ ത്യാഗങ്ങളുണ്ട്. പഠിച്ച് പരീക്ഷ എഴുതി നല്ല ജോലി നേടണമെങ്കിൽ അതിൻ്റെ പുറകിൽ ത്യാഗമുണ്ട്. ഇന്ന് ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞ അമ്മച്ചിമാർ ഈ അനുഗ്രഹം നേടിയെടുക്കാൻ കുറേയേറെ ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അച്ഛൻ ഒത്തിരിയേറെ ത്യാഗം സഹിച്ചു. കാരണം കുറ്റിക്കൽ അച്ഛനോട് ഈശോ പറഞ്ഞതാണത്, അച്ഛൻ്റെ ആഗ്രഹമല്ല. ഭക്ഷണത്തിലും ക്രമീകരണങ്ങൾ വരുത്തി, ചോറിൽ പച്ചപ്പാവയ്ക്ക് അരിഞ്ഞിട്ടാണ് കഴിക്കണത്. ഉപ്പൊഴിച്ച കഞ്ഞി കുടിക്കാൻ തന്നെ നമുക്ക് പാടല്ലേ, എന്തെങ്കിലും ഇല്ലെങ്കിൽ. അമ്മച്ചി ചെറുപ്പത്തിൽ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചോറ് തന്നിട്ടുണ്ട്, കറിയില്ലാണ്ടായിപ്പോൾ, വലിയ രസമൊന്നുമില്ല. അപ്പോൾ പച്ചപ്പാവയ്ക്ക് അരിഞ്ഞിട്ട് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും? അതുമാത്രമല്ല, 52 ശനിയാഴ്ച മലയാറ്റൂർ മലയിലേക്ക് നടന്നുപോയി. തൃശ്ശൂരിൽ നിന്ന് നടന്നു പോയിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ കാല് പൊള്ളുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയും, സ്വർഗത്തിലെ അപ്പാ ഞങ്ങളുടെ കാല് പൊള്ളുന്നേ. അപ്പോൾ ടാറിംഗ് റോഡൊക്കെ തണുത്ത് നടക്കാൻ പാകത്തിനാവും. മലയിലേക്ക് കയറി പോകുമ്പോൾ ബൈബിൾ ഉയർത്തി പിടിച്ചിട്ടാണ് പോണത്. അപ്പം മഴ പെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലെ അപ്പാ ബൈബിൾ നനയില്ലോ. അപ്പം അച്ഛനും കൂട്ടരും പോണ വഴിയിൽ മാത്രം മഴയില്ല, 2 വശത്തും മഴ. അങ്ങനെ ദൈവം പരിപാലിച്ച് മലമുകളിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ദിവസം ദൈർഘ്യമുള്ള കുർബാന അർപ്പിക്കും. 3 മണിക്കൂറൊന്നുമല്ല. ഞങ്ങൾ കുർബാന ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുറ്റിക്കലച്ചൻ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ. അതായത് ദൈവം മാത്രമുള്ള ആശ്രയം. അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയായിട്ട് നിൽക്കുമ്പോൾ ഈ കുർബാനയുടെ പുസ്തകം ഇതിൻ്റെ പേജ് മറക്കാൻ ഞാൻ ചിലപ്പോൾ കൊതിച്ചിട്ടുണ്ട്. കാരണം അതിൽ പ്രാർത്ഥന തീരുന്നില്ല. അങ്ങനെ മലമുകളിൽ എത്തിച്ച് പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്ത് 1994 വിശുദ്ധ മദർ തെരേസ വന്ന് തിരിതെളിച്ച് ചെന്നായിപ്പാറയിലെ ആകാശപ്പറുള്ള ആശ്രമം ഈശോയുടെ ഇഷ്ടപ്രകാരം രൂപപ്പെടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് സഹിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയാണ്. സഹിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ, കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്നുള്ള ശുശ്രൂഷയാണ്. ഇവിടെ ഈ അച്ഛന്മാർ ഇതുപോലെ തന്നെ ഒരു ഭവനം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അച്ഛന്മാർ അതുപോലെ തന്നെയാണ്, സഹിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുകയാണ്. സ്നേഹിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും ശുശ്രൂഷ ചെയ്യുന്ന ആൾ. അച്ഛൻ ഈ തെരുവിലെ ഭിക്ഷാടകരെയും ഒക്കെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി പാദം ചുംബിക്കും. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് കുഷ്ഠരോഗിയെ കണ്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ച കാര്യം നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ കുറ്റിക്കലച്ചൻ ഇതുപോലെയുള്ള പാവപ്പെട്ട മക്കളുടെ മുമ്പിൽ മുട്ടുകുത്തി പാദം ചുംബിക്കും. അവരോട് പറയും, മക്കളെ നിങ്ങളിന്ന് കൊണ്ടുചെന്ന് ഒരു സ്ഥലത്ത് പോറ്റാൻ, അതായത് നല്ല വസ്ത്രം തരാൻ, ഭക്ഷണം തരാൻ, വചനം പങ്കുവെച്ച് തരാൻ അച്ഛന് പറ്റണില്ലല്ലോ. ഇതാണ് സങ്കടം. അപ്പം അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ മുന്നോട്ട് പോയപ്പോൾ അച്ഛൻ്റെ ശുശ്രൂഷകർക്ക് ഈശോ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, അതൊരു പാട്ടിലൂടെ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: മാനം മുട്ടേ വർണ്ണാഭവിതറും മണിമേട നീ ഉയർത്തി, ദൈവത്തെ തേടാൻ ലോകം മുഴുവൻ തീർത്ഥാടനവും നടത്തി. അപ്പോഴും തെരുവിൽ എച്ചിൽ കൂനയിൽ പാവം ദൈവം കിടന്നുറങ്ങി. അതായത് വലിയ വലിയ മാളികകളൊക്കെ പണിയും, കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും, കുറേ ഉപയോഗിക്കും, കുറേ വെറുതെ കളയും. ഇതൊക്കെ കളയുമ്പോൾ ഓർക്കണം, ഇത് ആവശ്യമുള്ള കുറേ പാവങ്ങൾ അവിടെയുണ്ട്. അപ്പം അച്ഛനോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സമയം കിട്ടുമ്പോൾ തീർത്ഥാടനം നടക്കുക. ആരന്വേഷിച്ച്? കർത്താവിനെ അന്വേഷിച്ച്. കർത്താവിനെ അന്വേഷിച്ച് നിങ്ങൾ തീർത്ഥാടനം നടക്കുമ്പോഴും തെരുവില് ഈശോ അവിടെ കിടക്കുകയാണ്. പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റിക്കലച്ചൻ കുർബാനയായപ്പോൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള അച്ഛന്മാർ കുർബാനയായപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനം രൂപപ്പെട്ടത്, ആകാശപ്പറകൾക്ക് ഭവനം രൂപപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കുർബാനയായാൽ, നമ്മൾ കുർബാനയായാൽ നമ്മിലൂടെ ഈശോ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നോ, ആഗ്രഹിക്കുന്നു, അതെല്ലാം പൂർത്തിയാക്കാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഈ ആകാശപ്പറയുടെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ കുർബാനയാകാൻ കുറേ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതാണ് സഹിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 260ഓളം അന്തേവാസികളും
ഒരു 45ഓളം ശുശ്രൂഷകരും എല്ലാം കൂടെ ഒരു 320 താഴെ ആളുകളുള്ള ചെറിയൊരു ആശ്രമത്തിൻ്റെ അപ്പനാണ് ഞാൻ. അപ്പോൾ ഒരു മാസം ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം അവിടെ ചിലവുണ്ട്. ജോലിക്കാർക്ക് സാലറി, മെഡിസിന് ഉള്ള പൈസ, കുറേ പിള്ളേർ പഠിക്കുന്നുണ്ട്, നഴ്സിംഗ് പഠിക്കുന്നവരും B.Ed പഠിക്കുന്നവരും ജേർണലിസം, അങ്ങനെ പല കാര്യങ്ങൾ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ. അരി ഇങ്ങനെ ആളുകൾ നേർച്ചയായിട്ട് കൊണ്ടുവരും. പച്ചക്കറി ശക്തൻ മാർക്കറ്റിലെ ചേട്ടന്മാർ എല്ലാ ശനി ചൊവ്വ ദിവസങ്ങളിൽ നമ്മൾ വണ്ടിയായിട്ട് ചെല്ലുമ്പോൾ അവരുടെ ഒരു വിഹിതം കൊടുത്തു വിടും. ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള പൈസ നമ്മൾ കണ്ടെത്തണം. സ്നേഹമുള്ള അച്ഛന്മാരുടെ അടുത്ത് ഞാൻ ചെന്ന് ചോദിക്കും എല്ലാ ആഴ്ചകളിലും, അച്ഛാ ഈ ആഴ്ച വന്ന് ആശ്രമത്തെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. അച്ഛൻ തലയാഴ്ച വിളിച്ചു പറയും, ഇങ്ങനെ ഒരു അച്ഛനാണ്, പുതിയ അച്ഛൻ വന്നേക്കണതാണ്, അച്ഛനെ നിങ്ങൾ സഹായിക്കണം. അങ്ങനെ ആഴ്ചയിൽ കുർബാനയെക്കുറിച്ച് പറയും. കുർബാന കഴിയുമ്പോൾ അവിടുത്തെ ആളുകൾ എന്തെങ്കിലും തന്നാൽ അതും കൊണ്ടുപോരും. അങ്ങനെയാണ് ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ചെന്ന സമയത്ത് അവിടെ പൈസ ഒന്നുമില്ല, പൈസ ഇല്ലാത്തൊരു സമയം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അമ്മച്ചിമാർ പറഞ്ഞ് ശമ്പളം തന്നിട്ടില്ല. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറഞ്ഞു ഇനിയും മെഡിസിൻ്റെ 2.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, അത് ഇനി കൊടുത്താലാ പൈസ മരുന്ന് തരുള്ളൂ. കുറച്ച് പേര് ക്ലാസ്സിൽ പോകാണ്ട് നടക്കുന്നുണ്ട്. ചോദിച്ചു എന്താ ക്ലാസ്സിൽ പോകാത്ത? അച്ഛാ ഫീസ് അടച്ചാലേ ക്ലാസ്സിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് മക്കൾ വന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, ഞങ്ങളും കൂടിയാണ് ഫീസ് അടയ്ക്കാനുള്ളൂ. അപ്പോൾ എനിക്ക് പരിചയങ്ങളില്ല, ആരുമില്ല. ഞാൻ നേരെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ പോയി. അവിടെയാണല്ലോ നമുക്ക് പരിചയക്കാരിരിക്കുന്നത്. അവിടെ ചെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയണതുണ്ട്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ വിയാമരിയെ മാതാവിൻ്റെ വഴി 7 വ്യാകുലങ്ങൾ സ്ഥാപിച്ച വഴിയിൽ അവിടെ നിന്ന് സാധാരണ ഒരു ഷർട്ടും പാൻസും ഇട്ടിട്ടാണ് പോയത്. അവിടെ നിന്ന് ആ മാതാവിൻ്റെ മുഖത്ത് നോക്കി കുറേ നേരം നിന്ന് കരഞ്ഞ്. നമുക്കറിയുന്ന പണി അതല്ലോ. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 1.5 വർഷമായിട്ടുള്ളൂ എനിക്ക് പട്ടം കിട്ടിയിട്ട്. സഭയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണത്. ഇവർക്ക് മരുന്ന് വാങ്ങണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ, മക്കളുടെ ഫീസ് അടയ്ക്കണ്ടേ, ആര് തരുമെന്ന് കരുതിയിട്ട് ഇങ്ങനെയും പറഞ്ഞ് കുറേ നേരം നിന്ന് കരഞ്ഞു. നമുക്കറിയാം ഈ രൂപങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തോരം നേരം നിന്ന് കരഞ്ഞാലും തിരിച്ചൊരു മറുപടിയും തരില്ല. കുറേ നേരം കഴിഞ്ഞ് സങ്കടമൊക്കെ മാറിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്ന്. ഇവിടെ വന്നപ്പോൾ ഒരു അപ്പച്ചൻ ഒരു 50,000 രൂപ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അന്ന് ചേച്ചിമാരുടെ ശമ്പളം കൊടുക്കാനും ചിലര കാര്യങ്ങൾക്കായിട്ട് അത് ഉപയോഗപ്പെടുത്തി. അപ്പോൾ ഈശോ കുർബാനയാകാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മൾ കുർബാനയായാൽ ഈശോയ്ക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സഹിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കുർബാനയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ കുർബാനയായത് അവസാനത്തുള്ളി രക്തം പോലും ചിന്തിയിട്ടാണ്. നമ്മളൊക്കെ ചിന്തിക്കും നമ്മുടെ ആരോഗ്യം, നമുക്ക് നല്ല ആരോഗ്യമുള്ള ആളാണ്, നല്ല ജോലിയുണ്ട്, നല്ല കഴിവുണ്ട്, നമുക്ക് സമ്പത്തുമുണ്ട്, ഇതൊക്കെ നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് നേടിയെടുത്തത്, നമുക്ക് തലമുറകളായിട്ട് കിട്ടിയത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിക്കാറുണ്ട്. അല്ല, ഇത് ദൈവം അത് അർഹിക്കുന്നവനെ പങ്കുവെക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ തന്നേക്കണതാ. അല്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ അത് കൊണ്ടുപോകണം ഉണ്ടോ? നമ്മൾ മുഴുവൻ ആരോഗ്യത്തോടു കൂടിയാണോ പോണത്? അല്ല, പങ്കുവെക്കണം. അർഹതപ്പെട്ടവന് പങ്കുവെക്കാൻ വേണ്ടി ദൈവം തന്നേക്കണം. ഞാനിങ്ങനെ ക്രിസ്തുമസ് ഈസ്റ്ററൊക്കെ വരുന്ന സമയത്ത് സെമിനാരി ചേരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ആശ്രമങ്ങളിൽ പോയിട്ട് ആഘോഷിക്കും. അപ്പോൾ ഒരു ദിവസം ചാലക്കുടി അടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് പോയി. ഞാൻ എൻ്റെ സൈക്കിളിൽ ഇച്ചിരി കൈതച്ചക്ക, നേന്ത്രപ്പഴം ഇതൊക്കെ കെട്ടി വെച്ചിട്ടാണ് പോണത്. അവിടെ ചെന്നപ്പോൾ ഇതെടുത്ത് കൊടുത്തപ്പോൾ അവർ വേഗം അതെടുത്ത് പുഴുങ്ങാനായിട്ട് അടപ്പത്ത് വെച്ചു. മക്കൾക്ക് അന്ന് രാവിലെ കൊടുക്കാനൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിൻ്റെ ചുമതലയുള്ള അപ്പൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ പള്ളിയിൽ കമഴ്ന്ന് കിടക്കുക. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ ഇന്ന ആളാണ്, എൻ്റെ കയ്യിൽ ഇച്ചിരി പൈസയുണ്ട്, തരാൻ വന്നതാണ്. 500 രൂപ എടുത്തിട്ട് ഞാൻ കൊടുത്തു. എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ടായുള്ളൂ. 2003 ആ 500 രൂപയ്ക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ വിലയുണ്ട്. കാരണം 5 ദിവസം ഞാൻ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് മണൽ ചുമന്നിട്ട് എനിക്ക് കിട്ടിയ കാശാണ്. 5 ദിവസം പണിയെടുത്ത് രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെ കെട്ടിടത്തിന് മുകളിലേക്ക് മണൽ ചുമന്നിട്ട് എനിക്ക് കിട്ടിയ കാശാണത്. അതാണ് ഞാൻ കൊണ്ടുകൊടുത്തത്. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഫൗസ്റ്റീന പുണ്യവതിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ദിവസം പുണ്യവതി മഠത്തിലായിരിക്കുമ്പോൾ ഗേറ്റിലിരിക്കുന്ന ആരോ വിളിച്ച് ചെന്ന് നോക്കിയപ്പോൾ മഴയത്ത് തണുത്ത് നിൽക്കുന്ന ഒരു ഭിക്ഷാടകൻ
ചോദിച്ചു, പറഞ്ഞു, അമ്മ എന്തെങ്കിലും കഴിക്കാൻ തരുമോ? അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ തണുത്തിരി സൂപ്പിരിക്കുന്നുണ്ട്. അത് ചൂടാക്കി ഇത്തിരി റൊട്ടി കഷ്ണങ്ങളിട്ട് ഈ മനുഷ്യന് കുടിക്കാൻ കൊടുത്തു. ആർത്തിയോടെ വലിച്ചു കുടിച്ചു കഴിഞ്ഞ് പാത്രം തിരിച്ചു കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ പറയാം, ഞാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവായ കർത്താവ് ഈശോ മിശിഹായാണ് എന്നും പറഞ്ഞ് അപ്രത്യക്ഷനായി. ഫസ്റ്റിന് പുണ്യത്തിൽ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഈശോ പറയാണ്, മോളെ, നീ ഗേറ്റിനരികെ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കണ്ട് അനേകര് നിന്നെ പ്രതി എന്നെ സ്തുതിക്കുന്നത് എൻ്റെ കാതുകളിലെത്തി. അതുകൊണ്ട് നിന്റെ കാരുണ്യത്തെ നേരിട്ട് അനുഭവിക്കാൻ ഞാൻ ഇറങ്ങി വന്നതാണ്. അപ്പം ഞാൻ ഈ അപ്പന് പൈസ കൊടുത്ത് പിന്നെ സെമിനാരിലൊക്കെ ചേർന്ന് കുറേ നാൾ കഴിഞ്ഞ് ബ്രദറായിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഈ മനുഷ്യൻ പ്രസംഗം പറയാണ്. ആ പ്രസംഗം പറയുമ്പോൾ ഇങ്ങനെ പറയാണ്, ക്രിസ്തുമസിൻ്റെ ആദ്യ നാളുകളിൽ ക്രിസ്തുമസിൻ്റെ സമയത്ത് പിറ്റേ ദിവസം ക്രിസ്മസാണ്. അപ്പോൾ ക്രിസ്തുമസിന് അവിടെയുള്ള മക്കൾക്ക് ഇറച്ചി വാങ്ങാനായിട്ട് പൈസയില്ല. കർത്താവിൻ്റെ മുമ്പിൽ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ എൻ്റെ മക്കൾക്ക് 1 കിലോ ഇറച്ചി വാങ്ങാനുള്ള പൈസ തരും, 1 കിലോ ഇറച്ചി വാങ്ങാനുള്ള പൈസ. ഇങ്ങനെയും പറഞ്ഞ് കമിഴ്ന്ന് കിടന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ ഈ പൈസ കൊണ്ടു കൊടുക്കുന്നത്. ഈ പൈസ കിട്ടിയപ്പോൾ ഈ മനുഷ്യൻ എന്നെ പ്രതി ദൈവത്തെ സ്തുതിച്ച് കാണോ? അസൂയപ്പെടേണ്ട, പറയേ, സ്തുതിച്ച് കാണോ? എൻ്റെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതി വെച്ച് കാണോ? പ്രിയമുള്ള സഹോദരങ്ങളെ, കുർബാനയാകാന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കണം. നമ്മുടെ കയ്യിൽ എന്തൊക്കെ കൊടുക്കാനുണ്ടോ അത് കൊടുക്കുമ്പോഴാണ്, സമയം, സമ്പത്ത്, ആരോഗ്യം, ഇതെല്ലാം പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മൾ കുർബാനയായി മാറണത്. ഈശോ നമ്മെ ക്ഷണിക്കുകയാണ് ഈ സമയത്ത്. അത് കുർബാനയാണെന്ന് പറഞ്ഞാൽ സഹിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ആയിരിക്കാനുള്ള വിളി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതിന് കൃപ കിട്ടുന്നത് എവിടുന്നാ? കൃപ കിട്ടുന്ന വിശുദ്ധ കുർബാനയും തന്നെയാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി കിട്ടിയാലേ നമുക്ക് കുർബാനയാകാൻ പറ്റും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. വിശുദ്ധർക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാനുണ്ട്. എന്നാൽ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയും, എന്നെ കാത്ത് എൻ്റെ ഈശോ ഞാൻ വരുന്നത് നോക്കി എൻ്റെ സങ്കടങ്ങളും എൻ്റെ വേദനകളും എല്ലാം കാണാനും കേൾക്കാനും എൻ്റെ ഈശോ എന്നെ കാത്തിരിക്കുന്ന സമയമാണ്, സ്ഥലമാണ് ഈ അൾത്താര. അവൻ ഞാൻ കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ എൻ്റെ കാലടികളെ മാലാഖമാർ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, മക്കളെ, നിങ്ങൾ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം, നന്നായി മനസ്സിലാക്കണം, വിശുദ്ധ കുർബാനയായി മാറണം. അവസാനത്തുള്ളി രക്തം പോലും ചിന്തി ഈശോ കുർബാനയായതുപോലെ. കുറ്റിക്കിലച്ചൻ കുർബാനയായപ്പോൾ ആകാശപ്പറവൾക്ക് ഭവനം രൂപപ്പെട്ടതുപോലെ, മദർ തെരേസ കുർബാനയായപ്പോൾ അഗതികളുടെ അമ്മയായി ഉയർത്തപ്പെട്ടതുപോലെ, നമ്മൾ കുർബാനയാകുമ്പോൾ നമ്മിലൂടെ ഈശോയ്ക്ക് നിവൃത്തിയാക്കപ്പെടേണ്ട നിയോഗങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും. കുർബാനയാകുക എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, വിട്ടുകൊടുക്കുക, സഹിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം, എൻ്റെ കഴിവുകൾ, എൻ്റെ സമ്പത്ത്, ഇതെല്ലാം ദൈവഹിതത്തെ പ്രതി സമർപ്പിക്കുമ്പോൾ സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ഈശോ പറയും, മക്കളെ, നിങ്ങളെ കുർബാനയാകാൻ വേണ്ടിയാണ് ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. ഈശോയുടെ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുണ്ടോ അത് മുഴുവൻ നമ്മിലൂടെ അവന് പൂർത്തീകരിക്കാനായിട്ട് കഴിയും. അതിന് കൃപ കിട്ടുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ഇനി ഒരിക്കലും വിശുദ്ധ കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ അശ്രദ്ധമായോ അലക്ഷ്യമായോ കടന്നു വരില്ലെന്ന് തീരുമാനമെടുക്കാം. ഞാൻ കുർബാനയ്ക്കായിട്ട് വരുമ്പോൾ എന്നെയും കാത്ത് ഈ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന ഈശോയെ എനിക്ക് കാണാൻ പറ്റണം. അവനോട് എൻ്റെ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും പറയാൻ പറ്റണം. വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ഈശോ പറയും, മക്കളെ, വിശുദ്ധ കുർബാനയിൽ നിന്നാണ് കുർബാനയാകാനുള്ള വിളി, കൃപ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ എന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തു ദൈവം തരുന്ന സഹനങ്ങളിൽ സന്തോഷവും പങ്കുചേർന്നു, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് സഹിച്ച് സമർപ്പിച്ച് വിശുദ്ധ കുർബാനയാകാൻ, അങ്ങനെ നിന്റെ ഇഷ്ടം ഞങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട നിന്റെ ഇഷ്ടം അത് നിവർത്തിക്കപ്പെടുവാൻ എന്നെയും ഒരു ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.